20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്ന റഹീമിൻ്റെ കാഴ്ച അൽഹംദുലില്ലാ. അദ്ദേഹം നാട്ടിലേക്ക് കരിപ്പൂർ എയർപോർട്ടിലേക്ക് രാവിലെ 7:45 7:30 സമയത്ത് വന്നിറങ്ങിയിട്ട് ജനങ്ങൾ മുഴുവനും മാധ്യമപ്രവർത്തകരും ബന്ധുക്കളും സുഹൃത്തുക്കളും റഹീമിനെ കാണാൻ വേണ്ടി തടിച്ചു കൂടിക്കാൻ വന്നിട്ട് മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്നെ സഹായിച്ച മാധ്യമപ്രവർത്തകർക്കും ബോച്ചയ്ക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അതേപോലെ സിദ്ദീഖ് തൂബൂരിനും നിയമസഹായ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടതാണ്. സന്തോഷം കൊണ്ടൊരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ, അത് ഈ ഒരു കാഴ്ചക്കായിരിക്കും. വധശിക്ഷ കാത്ത് കഴിഞ്ഞിരുന്നു, ഒരിക്കലും മോചനം രക്ഷയുണ്ടാവില്ല എന്ന് കരുതിയെന്നോർത്താണ് 20 വർഷത്തോളം ഒന്നും രണ്ടും അല്ല പരോളും കഴിഞ്ഞ് വരുമ്പോൾ റബ്ബേ അവിടെ നിന്ന് രക്ഷപ്പെടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പോൾ കാണുമ്പോൾ അതിൻ്റെ റാഹത്താണ്. നമ്മുടെയൊക്കെ ജയിലിൽ കഴിഞ്ഞാൽ ആൾ ഉണങ്ങി ഒന്നിനും പറ്റാതാവും. ഇവിടെ നല്ല തൂവെള്ള നിറത്തിൽ മുട്ടയടിച്ച് സുന്ദരനായിട്ട് ഒരു 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 സ്റ്റാർ പോലെ വന്നിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും സഹായിച്ചത് കൊണ്ടാണ്. ബോച്ചയൊക്കെ കാണാൻ വന്നിരുന്നു. ബോച്ചയോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് റഹീം ഒരു MLA വണ്ടിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോയത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്, രക്ഷപ്പെടില്ല എന്ന് കരുതിയിരുന്നിടത്തുനിന്ന് ഒരിക്കലും തനിക്കൊരു മോചനം ഉണ്ടാവില്ല എന്ന് കരുതി ജനങ്ങൾ മുഴുവനും ഒരുമിച്ചിറങ്ങി. അന്ന് ബോച്ച 1 കോടി കൊടുത്തു. അപ്പോഴാണ് ജനങ്ങൾ ഇളകിയത്. ബോച്ച പറയണ്ടായി, ഞാൻ അവനക്ക് ജോലി കൊടുക്കാം, സന്തോഷമാണെങ്കിൽ എൻ്റെ ജ്വല്ലറിയിൽ ഞാൻ ജോലി കൊടുക്കും. ആ ഉമ്മാനെ കാണാൻ പോകുന്ന ഒരു കാഴ്ച. ആ ഉമ്മ ഇങ്ങനെ 20 വർഷമാണ് ഒരു ഉമ്മ കാത്തിരുന്നത്, 20 വർഷം. എന്നിട്ട് ആ ഉമ്മാനെ കാണാൻ വേണ്ടി ഉമ്മ എയർപോർട്ടിലേക്ക് വന്നിട്ടില്ല. അവിടേക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരൊരു പട തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാധ്യമപ്രവർത്തകർ വീട്ടിലേക്ക് പോകരുതായിരുന്നു. വീട്ടിലേക്ക് അതൊരു വല്ലാത്ത സങ്കടമാണ്. കാരണം അവൻ്റെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ ആ ഉമ്മാനോട് സ്നേഹം പങ്കിടുന്നതൊക്കെ പറ്റാത്തൊരവസ്ഥയായി. കണ്ടില്ല, ആ ഉമ്മാനെ കെട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ച. ആ ഉമ്മയുടെ മനസ്സിലിപ്പോൾ എന്തായിരിക്കും, എൻ്റെ പൊന്നു മോനെ, ആ ഒരു മകൻക്ക് വേണ്ടിയിട്ട് നോമ്പെടുത്ത് കാത്തിരുന്ന ഒരു ഉമ്മാനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. കുടുംബക്കാർ മുഴുവനും അവനെ കാണാൻ വേണ്ടി കാത്തിരുന്നതാണ്. ഇതൊരു നമുക്കൊരാളെ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അതിതാണ്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും മാനസികാവസ്ഥ ഇതായിരിക്കും. ഓരോരുത്തരോടും അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്, എല്ലാവരും കാത്തിരിക്കും, എല്ലാവരും മുന്നിക്കും റഹീം വരും. കണ്ടില്ല, മാധ്യമ പട തന്നെ അവിടെ ഉണ്ടായിരുന്നു. റഹീം ഉമ്മാനെ ചേർത്ത് പിടിച്ച് വിടാതെ നിൽക്കുന്നത്. ഒരു ചെറിയ ആ പണ്ട് ഉമ്മ തൻ്റെ കുഞ്ഞിനെ റഹീമിനെ ചെറുപ്പത്തിൽ എങ്ങനെ പിടിച്ചിരുന്നു അതേപോലെ വിട്ടുകളയാതെ ഉമ്മാനെ ചേർത്ത് പിടിക്കുന്ന റഹീമിൻ്റെ ഒരു വീഡിയോ നമ്മളൊക്കെ മനസ്സിലാക്കണം. മാതാവിൻ്റെയും മക്കളുടെയും സ്നേഹം എന്ന് പറഞ്ഞാൽ അതെത്ര കഴിഞ്ഞാലും അത് തകർന്നു പോകണമെന്നില്ല കേട്ടോ. അപ്പോൾ ഉമ്മ കരുതുന്നുണ്ടാവും, പടച്ചോനെ എൻ്റെ മോനെ. വധശിക്ഷ കാത്ത് കഴിഞ്ഞൊരു മകൻ്റെ ഉമ്മയാണ്, രക്ഷപ്പെടുന്ന ഒരിക്കലും അമ്മ കരുതിയിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ നിന്ന് അത്ഭുതങ്ങൾ നടന്നു. ബോച്ച ഇടപെട്ടു. അവിടുത്തെ നിയമസഹായ സമിതി, സിദ്ദീഖ് തൂബൂർ, ഒരുപാട് പേരുണ്ട്. ഞാൻ പേര് പറഞ്ഞവരും പറയാത്തവരും, KMCC, അങ്ങനെ ഒരുപാട് പേര്, സൗദിയിലുള്ള ആളുകൾ. ഒടുവിൽ ആ പറഞ്ഞ 34 കോടി രൂപ കുടുംബത്തിന് കൊടുത്തവർ മാപ്പ് കൊടുത്തപ്പോഴാണ് വധശിക്ഷ ഒഴിവായി കിട്ടിയത്. അങ്ങനെ 20 വർഷം കഴിഞ്ഞ് ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരികയാണ്. വീട്ടുകാരും കുടുംബക്കാരൊക്കെ ഫറോക്കിലുള്ള റോഡ്സൈഡിലുള്ള ആ വീടിൽ പന്തൽ കെട്ടിയിട്ട് ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ആ 34 കോടിയിൽ ഒരു 6-7 കോടിയിലധികം രൂപ ബാക്കിയുണ്ട്. അവൻ നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ, ഒന്ന് വിശ്രമിക്കട്ടെ. എല്ലാവരും മുന്നിലേക്കും വരും. എല്ലാവരും എന്തൊക്കെ വരും. എന്താ വീട് പഠിക്കും 2:30 കയറിയതല്ലേ. എല്ലാം ഒന്ന് വീട് പഠിക്കും, ഒന്ന് വാലടിക്കും. ആദ്യമായി ലോകരക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ലോക മലയാളികൾക്കും എൻ്റെ നാട്ടുകാർക്കും വിദേശത്തുള്ള മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും സഹായിച്ച എല്ലാ വ്യക്തികൾക്കും പ്രാർത്ഥിച്ചവർക്കും മാധ്യമങ്ങൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾക്കും ബോച്ച്, അഷ്റഫ്, സിദ്ദീഖ്, പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്, അവരോട് പേരെടുത്ത് പറയുന്നില്ല. റിയാദ് എംബസിയിലെ മലയാളിയായ സിദ്ദീഖും യൂസുഫ്, അദ്ദേഹത്തിന്റെ മകൻ സവാദും, പിന്നെ റിയാദിലെ നിയമസഹായ കമ്മിറ്റികളും നാട്ടിലെ നിയമസഹായ കമ്മിറ്റികളും എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാ ലോക മലയാളികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക്. പിന്നെ പേഴ്സണലി എനിക്ക് തോന്നിയത് ഈ വീട്ടിലേക്ക് മാധ്യമപ്രവർത്തകർ വരരുതായിരുന്നു. അവർ എയർപോർട്ടിൽ നിന്നും മറ്റും കണ്ടതൊക്കെ ഓക്കെ, മാധ്യമപ്രവർത്തകർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സഹായിക്കാത്തത് കൊണ്ടല്ല, ആ ഉമ്മയും മകനും തമ്മിലുള്ള സ്നേഹ
ചുംബനങ്ങളും സംഭാഷണങ്ങളും അത് അവരുടെ സ്വകാര്യതയായിട്ട് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. മാധ്യമപ്രവർത്തകർ ഈ ചെയ്തതൊരു വളരെ മോശമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവരെ വീട്ടിലേക്ക് കയറിയിട്ട് ആകെ എന്താ പറയുക, ആ ഒരു കോലും കൊണ്ട് കുത്തിച്ചിറക്കിയിട്ട് അങ്ങനെ ചെല്ലേണ്ട ഒരു ആവശ്യമില്ല. മാധ്യമങ്ങൾ സഹായിച്ചു എന്ന് കരുതിയിട്ട് ഓരോരുത്തർ സഹായിച്ചിട്ട് അവരുടെ സ്വകാര്യതയിലേക്ക് കയറി പോരുതല്ലോ. നാളെ വയനാട് ദുരിതാശ്വാസവാദർക്ക് വീടുണ്ടാക്കി കൊടുത്തപ്പോൾ നമ്മൾ കണ്ടില്ലേ, എല്ലാവരും കൂടി കയറി ചെല്ലാനല്ലോ മുസ്ലിം ലീഗ് പറഞ്ഞത്. പിന്നീട് നിർത്തലാക്കിയില്ല ആൾക്കാർ കയറി പോകുന്നത്. അപ്പോൾ അതുപോലെ ഇവനെ സഹായിച്ചവരുണ്ട്, ഒരുപാട് മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട്. അതിലപ്പുറം പലരും ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ വഴിക്ക് വിടാനാണ് വേണ്ടിയിരുന്നത്. ഒരു കുറച്ചേറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ആ കുടുംബത്തിലൊക്കെ ചേർന്നിട്ട് നിന്ന് സാവധാനമാണ് ഒന്ന് സംസാരിക്കുകയാണെങ്കിലും ഓക്കെ. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് ക്ഷമയില്ല. അവർ കാണിച്ചതിനോട് ഞാൻ വളരെ മോശമാണെന്ന് ഞാൻ പറയും. കാരണം ആ സ്വകാര്യതയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആ മാധ്യമപ്രവർത്തകർ ആ വീട്ടിലേക്ക് ഇരച്ച് കയറിയിട്ട്. പലരും അങ്ങനെ പലപ്പോഴും മാധ്യമപ്രവർത്തകർ ആരെങ്കിലും സെലിബ്രിറ്റികൾ മരിച്ച ആ മരണ വീട്ടിൽ പോയിട്ട് പോലും ഒരു വീഡിയോ ഉണ്ടാക്കും, അവരുടെ മരണാനന്തര ചടങ്ങുകൾ വരെ. അതൊന്നും ശരിയല്ല. എന്തായാലും റഹീം നാട്ടിലെത്തിയൊരു സന്തോഷം, അൽഹംദുലില്ലാ. ഈ ഒരു ദിവസം ഇതൊരു വളരെ ആകസ്മികമാണ്. പെരുന്നാൾ തന്നെ റഹീം നാട്ടിലെത്തിയ ഇതാണ് ശരിക്കും പെരുന്നാൾ. ഇന്നവർ സന്തോഷം കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്രയും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്നൊരു നിമിഷം ഉണ്ടല്ലോ. ആ മകൻ ഇങ്ങോട്ട് എത്തുന്നത്, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ മൊബൈൽ എടുക്കുകയാണ്, മൊബൈലിൽ വീഡിയോ എടുക്കുകയാണ്, ചേർത്ത് പിടിക്കുന്നത് കുടുംബക്കാരനെ. റഹീമിന് എന്താ പറയുക, ഇതൊന്നും വയറ്റിക്ക് ഇറങ്ങൂല. അത്രയും വലിയ സന്തോഷങ്ങൾ. അൽഹംദുലില്ലാ. ഇനി അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉമ്മാക്കും മകൻക്കും സന്തോഷമായിട്ട് ഒരുപാട് നാളുകൾ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഉമ്മാക്കും മോനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ റഹീമിൻ്റെ ആ ഒരു ഫോട്ടോയിലുള്ള രൂപമൊന്നും അല്ല കേട്ടോ. നല്ല തലക്ക് മുട്ടയടിച്ച് മുടി പോയതാണോ മുട്ടയടിച്ചതാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കാണാൻ നല്ല ചൊങ്കനായിട്ടുണ്ട്. എന്തായാലും മാധ്യമപ്രവർത്തകരോടൊക്കെ വളരെ നന്ദി പറയുന്നുണ്ട് റഹീം. മാഷാ അല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സന്തോഷങ്ങൾ പ്രദാനം ചെയ്യട്ടെ. സന്തോഷത്തിൽ കണ്ണീരാണ്. അതെ അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പോൾ പറഞ്ഞില്ല, 20 വർഷത്തിന് ശേഷം ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടില്ല. ആളുകൾക്ക് പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റം മാറാത്ത ഉമ്മ മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും ഒരുപോലെ അല്ലേ റീക്ക? തീർച്ചയായും അതെ അതെ, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. വീട് പ്രതീക്ഷ വളരെ കുറവായിരുന്നു. ഇങ്ങനെ തിരിച്ചു വരാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും. പറഞ്ഞാലും മതിയാവില്ല. റഹീമിനെ കാണാൻ വേണ്ടി നിൽക്കാണ്. ചെറുപ്പത്തിലാണോ കണ്ടത്? ചെറുപ്പത്തിലേ കണ്ടത്. എന്ത് തോന്നുന്നു? റഹീം 20 വർഷത്തിന് ശേഷം മോചിതനാവാണ്. സന്തോഷമാണ്. വലിയ പെരുന്നാളായി. വലിയ സന്തോഷം തന്നെ. വലിയ പെരുന്നാളായില്ലേ? അങ്ങനെ തൊട്ടടുത്തുള്ള വീടുകൾ ഞാൻ പറഞ്ഞു, അവൻ്റെ അമ്മ കരഞ്ഞപ്പോ നെഞ്ഞെത്തി തച്ച് അറിഞ്ഞപ്പോ നിങ്ങളെ മോൻ പെരുന്നാളാകുമ്പത്തിന് എത്തും, പെരുന്നാളിൻ്റെ അന്ന് നിങ്ങളെ മോൻ നിങ്ങളെ കൂടെ ഉണ്ടാവും ഞാൻ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോകുന്നതാ ഓൻ്റെ അമ്മനോട്. ആ പ്രാർത്ഥന കേട്ട് കേട്ട് ആ ഒരു സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്. വലിയ സന്തോഷത്തിൽ തന്നെ തൊട്ടടുത്ത വീടുകളിലുള്ള ഉമ്മമാരുണ്ട്, സ്ത്രീകൾ, അങ്ങനെ എല്ലാവരും റഹീമിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരൊക്കെ 20 വർഷമായി കാത്തിരിപ്പിലായിരുന്നു. ആ ഉമ്മാന്റെ വിഷമം ഒരു പക്ഷേ നേരിട്ട് കണ്ടവരായിരിക്കും അല്ലേ? റഹീമിന്റെ ഉമ്മാന്റെ വിഷമെല്ലാം നേരിട്ട് കണ്ടവരല്ലേ? അമ്മായിന്റെ മോനാ? എന്ത് തോന്നുന്നു 20 വർഷത്തിന് ശേഷം റഹീം വരാണ് നാട്ടിലേക്ക്? ഉമ്മക്ക് എന്ത് പറയാറുണ്ടായിരുന്നു? എന്തേലും അല്ല, റഹീമിന്റെ ഉമ്മ എന്തെങ്കിലും സംസാരിക്കാറുണ്ടായിരുന്നോ? റഹീം ഇപ്പൊ ജയിലിൽ നിന്ന് വിട്ടു എന്ന് പറഞ്ഞപ്പോ ഉമ്മാന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഉമ്മ എന്തായിരുന്നു പറഞ്ഞത്? പിന്നെ എന്നിട്ടില്ല. അതിന് മുമ്പ് വെറും സങ്കടമായിരുന്നു. സങ്കടത്തിൽ തന്നെ എപ്പോഴും കണ്ടാലും അപ്പം തൊഴിക്കും. ആ തൊഴിൽ അങ്ങനത്തിന് വരണ്ടില്ല. ഒരാഴ്ച കൂടെ ഒന്ന് വർത്താനൊക്കെ അറിഞ്ഞു പോകുള്ളൂ. തൊഴിൽ ആകേണ്ടി വരും. കണ്ടാലപ്പം തൊഴിക്കും. മുട്ടിയേന്ന് പറയാൻ തൊഴിക്കലും കഴിയും. റഹീമിന്റെ ഉമ്മയെ കാണുമ്പോഴൊക്കെ തന്നെ ഉമ്മ റഹീമിനെ ആലോചിച്ച് കരയുമായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ കാണാൻ പോകുമ്പോഴൊക്കെ തന്നെ അതായിരുന്നു അനുഭവം. റഹീമിനെ നേരിട്ട് അറിയാം ഉമ്മ? ചെറുതിലാണോ കണ്ടേ? ചെറുതിലല്ല, എന്റെ കല്യാണം കഴിഞ്ഞ വീട്ടിൽ പോയതാണ്. പരിചയമുണ്ട്. നിങ്ങളെ വീട് എവിടെ? അടുത്താ? തൊട്ടടുത്ത്. സന്തോഷായില്ലേ? പെരുന്നാള് ഒന്ന് കണ്ടാലേ സന്തോഷമാവുള്ളൂ. അപ്പൊ വരൂ, പേടിക്കല്ല. അടുത്തെത്തിന്ന് പറയുന്നു. 2 പെരുന്നാളായില്ലേ? അതെ, സങ്കടത്തിൽ പങ്കുകൊള്ളാൻ വന്നിരുന്നു. ഇനിയിപ്പോ സന്തോഷത്തിനും പങ്കുകൊള്ളാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. പെരുന്നാൾ റഹീമിന്റെ വീട്ടിലാണോ? അതെ, ഒന്ന് കയറി ഇറങ്ങണം. ഉമ്മാനൊന്ന് കാണണം അല്ലേ? ഉമ്മാനൊന്ന് കാണാം. റഹീം ജയിലിലായിരിക്കുന്ന സമയത്തൊക്കെ ഉമ്മാനെ കാണാറുണ്ടോ? ഓ, കാണാം.